എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +2 പബ്ലിക് എക്സാമിനേഷൻ മാർച്ച് 2026 പരീക്ഷാ റിസൾട്ട് വന്ന ശേഷം റീവാലുവേഷൻ സ്ക്രൂട്ടിനി എന്നിവയ്ക്ക് അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടായിരുന്ന വിദ്യാർത്ഥികളുടെ റീവാലുവേഷൻ സ്ക്രൂട്ടിനി റിസൾട്ട് പ്രസിദ്ധീകരിച്ചു. 10% മാർക്ക് കൂടിയ വിദ്യാർത്ഥികൾക്ക് റീഫണ്ട് കിട്ടുന്നതാണ്. അപ്പോൾ ആർക്കൊക്കെയാണ് റീഫണ്ട് കിട്ടുക, അതുപോലെ നിങ്ങളുടെ ഒരു റീവാലുവേഷൻ സ്ക്രൂട്ടിനി റിസൾട്ട് എങ്ങനെ പരിശോധിക്കാം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. 10% മാർക്ക് കൂടുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് 80 മാർക്ക് വിഷയത്തിനാണെങ്കിൽ അതിൽ 80ൻ്റെ 10% എന്ന് പറയുമ്പോൾ 8 മാർക്കാണ്. 60ൻ്റെ 10% എന്ന് പറയുമ്പോൾ 6 മാർക്കാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു വിദ്യാർത്ഥിക്ക് ഇംഗ്ലീഷിന് റീവാലുവേഷന് മുമ്പ് പരീക്ഷയുടെ മാർക്കായിട്ട്, അതായത് പരീക്ഷ എഴുതിയിട്ട് +2ന് കിട്ടിയിട്ടുണ്ടായിരുന്ന മാർക്ക് എന്ന് പറയുന്നത് ഒരു 25 മാർക്കാണെന്ന് വിചാരിക്കാം. അപ്പോൾ റീവാലുവേഷന് ശേഷം ആ ഒരു വിദ്യാർത്ഥിക്ക് കിട്ടിയ മാർക്ക് എന്ന് പറയുന്നത്, അതായത് ആ ഒരു വിദ്യാർത്ഥിക്ക് ഏകദേശം ഒരു 33 മാർക്ക് കിട്ടി. അത് 33 മാർക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം അതിനോട് അതായത് ടോട്ടൽ 8 മാർക്ക് ഇവിടെ കൂടിയിട്ടുണ്ട്. 25 8 33, അങ്ങനെ 33 മാർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ കാണാം 80ൻ്റെ 10% ആയിട്ടുള്ള 8 മാർക്ക് ഇവിടെ കൂടിയിട്ടുണ്ട്. റീവാലുവേഷന് മുമ്പ് ഇതിനേക്കാൾ കൂടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു വിദ്യാർത്ഥിക്ക് റീഫണ്ട് കിട്ടും. ഇനി അതേസമയം ഒരു വിദ്യാർത്ഥിക്ക് 25 മാർക്കായിരുന്നു ആദ്യം, എന്നാൽ റീവാലുവേഷന് ശേഷം ഒരു 30 മാർക്ക് കിട്ടി, അതായത് 5 മാർക്കാണ് കൂട്ടിയത്. എന്നാൽ ആ ഒരു വിദ്യാർത്ഥിക്ക് അവിടെ റീഫണ്ട് കിട്ടത്തില്ല. അപ്പോൾ ഈ ഒരു ഇതിൽ 8 മാർക്കോ അതിൻ്റെ മുകളിലോട്ടോ 80 മാർക്ക് വിഷയത്തിൽ റീവാലുവേഷന് മുമ്പുള്ളതിനേക്കാൾ കൂടുകയാണെങ്കിലാണ് പൈസ തിരിച്ചു കിട്ടുക. അതായത് 80 മാർക്ക് വിഷയത്തിൽ റീവാലുവേഷന് മുമ്പുള്ളതിനേക്കാൾ 8 മാർക്കോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ കിട്ടുകയാണെങ്കിൽ റീഫണ്ട് കിട്ടും. ഇനി 60 മാർക്ക് വിഷയമാണെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, റീവാലുവേഷന് മുമ്പ് നിങ്ങൾക്കൊരു 20 മാർക്കാണെന്ന് വിചാരിക്കുക. റീവാലുവേഷന് ശേഷം നിങ്ങൾക്ക് കിട്ടിയത് ഒരു 26 മാർക്കാണ് കിട്ടിയതെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് ആർക്കൊക്കെയാണോ റീവാലുവേഷന് മുമ്പുള്ളതിനേക്കാൾ റീവാലുവേഷന് ശേഷം 6 മാർക്കോ അതിൽ കൂടുതലോ മാർക്ക് കിട്ടുന്നത്, ആ ഒരു വിദ്യാർത്ഥികൾക്ക് റീഫണ്ട് കിട്ടും. ഇനി വളരെ സിമ്പിളായിട്ട് എങ്ങനെ നിങ്ങൾക്ക് റീഫണ്ട് കിട്ടുമോ ഇല്ലയോ എന്നറിയാം എന്ന കാര്യം നമുക്ക് നോക്കാം. അതുപോലെ നിങ്ങളുടെ റീവാലുവേഷൻ റിസൾട്ടിൻ്റെ കാര്യങ്ങളും നോക്കാം. അപ്പോൾ ആദ്യം നിങ്ങൾ hscportal.kerala.gov.in/hsc/ എന്നുള്ള പേജ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് താഴെ മെനു ബാർ കാണാം, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇൻഫോ കോർണർ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഹോം പേജിലും കൃത്യമായിട്ട് അതിൻ്റെ ലിങ്കൊക്കെ കൊടുത്തിട്ടുണ്ടാവും. എന്നാൽ എപ്പോഴും ആ ഒരു ലിങ്കുകളൊക്കെ, അതായത് ഹോം പേജിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ HSC പോർട്ടലിൽ നിങ്ങൾക്കിവിടെ കൃത്യമായിട്ട് അതിൻ്റെ അക്കാദമിക്സിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത്, അക്കാദമിക്സ് അല്ല ഇൻഫോ കോർണറിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് വിദ്യാർത്ഥികൾക്ക് ഇവിടെ കൃത്യമായിട്ട് ആ ഒരു ഡീറ്റെയിൽസ് ഒക്കെ വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്നാൽ ഇതിൽ എക്സാമിനേഷൻ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോഴും ആ റിസൾട്ട് അറിയാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ ഈ ഒരു hscportal.kerala.gov.in/hsc/ എന്നുള്ള പേജ് ഓപ്പൺ ചെയ്ത് മെനു ബാർ ക്ലിക്ക് ചെയ്ത് ഇൻഫോ കോർണർ ക്ലിക്ക് ചെയ്യുക. ഇൻഫോ കോർണർ ക്ലിക്ക് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് പിന്നീട് എക്സാമിനേഷൻ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ചില സമയത്ത് ലോഗിൻ ആയിരിക്കും ആ ഒരു ഇൻഫോ കോർണറിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് വരിക. അങ്ങനെയെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്നുകൂടി മെനു ബാർ ക്ലിക്ക് ചെയ്ത് ഇൻഫോ കോർണർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പേജിലേക്ക് വരും. ഈ ഒരു പേജിൽ എക്സാമിനേഷൻ എന്നുള്ള ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് വിദ്യാർത്ഥികൾക്ക് ഇവിടെ റീവാലുവേഷൻ്റെയും സ്ക്രൂട്ടിനിയുടെയും ഒക്കെ റിസൾട്ട് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് റീവാലുവേഷൻ നിങ്ങളുടെ ഗ്രേഡ് ചേഞ്ച് ആയിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ മാർക്ക് ചേഞ്ച് ആയിട്ടുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ നിങ്ങൾ ആദ്യം ഈ ഒരു ലിസ്റ്റിൽ നോക്കുക. കാരണം ചില വിദ്യാർത്ഥികൾ മറ്റ് PDF നോക്കുമ്പോൾ അതിൽ നിങ്ങളുടെ പേരോ ആപ്ലിക്കേഷൻ നമ്പറോ കാണത്തില്ല. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് പറയാം. അപ്പോൾ ഇവിടെ നിങ്ങൾ സെക്കൻഡ് ഇയറിൻ്റെ ആ ഒരു റീവാലുവേഷൻ സ്ക്രൂട്ടിനിയുടെ റിസൾട്ട് ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ മാർച്ച് 2026 റിസൾട്ട്സ് സർക്കുലർ എന്ന് പറയുന്നത് കാണാം. അപ്പോൾ ഈ ഒരു ലിങ്കിൽ മാത്രമാണ് സ്ക്രൂട്ടിനിയുടെ റിസൾട്ട് ഉണ്ടാവുള്ളൂ. അതുപോലെ റീവാലുവേഷൻ്റെ ആ ഒരു മാർക്ക് ചേഞ്ച് ആയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികളും ചേഞ്ച് ചെയ്യാത്തവരുടെ ആ ഒരു മാർക്ക് ഡീറ്റെയിൽസും ആ ഒരു ഡീറ്റെയിൽസും ഇതിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ ആദ്യത്തെ ആ ലിങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ആ ഒരു PDF നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുകയോ വ്യൂ ചെയ്യുകയോ ചെയ്യാവുന്നതാണ്. ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫോണിലേക്ക് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ വ്യൂ PDF ക്ലിക്ക് ചെയ്ത് അതൊന്ന് ജസ്റ്റ് ഒന്ന് കാണുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് വ്യൂ PDF ക്ലിക്ക് ചെയ്യുന്നു, എന്നിട്ട് താഴേക്ക് സ്ക്രോൾ ചെയ്യുന്നു, എന്നിട്ട് അവിടെ കാണുന്ന ഓപ്പൺ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നു. നേരെ റീവാലുവേഷൻ സ്ക്രൂട്ടിനിയുടെ ആ ഒരു പേജിലേക്ക് പോകുന്നു. അപ്പോൾ ഈ ഒരു പേജിൽ പോകുന്ന സമയത്ത് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, ഇതിൽ ആദ്യം തന്നെ ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് ഗ്രേഡ് മാർക്ക് കൂടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു മാർക്ക് എങ്ങനെയാണ് അപ്ഡേറ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഗ്രേസ് മാർക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ ആ ഒരു ഗ്രേസ് മാർക്ക് റീവാലുവേഷനിൽ നിങ്ങൾക്ക് 90% അതിന് മുകളിലോട്ട് മാർക്ക് കൂടുകയാണെങ്കിൽ ആ ഒരു വിഷയത്തിൻ്റെ ഗ്രേസ് മാർക്ക് മറ്റ് വിഷയത്തിന് ആഡ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ് ആഡ് ചെയ്യേണ്ടത്, ഇതൊക്കെ ഒരു സർക്കുലറിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീഡിയോയുടെ ലെങ്ത് കൂടേണ്ട എന്നുള്ളതുകൊണ്ട് ഈ ഒരു കാര്യം ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ജസ്റ്റ് അതൊന്ന് വായിച്ചു നോക്കാം. ഇനി അടുത്തതായിട്ട് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ നിങ്ങൾക്ക് ആദ്യം തന്നെ സ്ക്രൂട്ടിനിയുടെ റിസൾട്ടാണ്. നിങ്ങൾക്ക് സ്ക്രൂട്ടിനി സൂക്ഷ്മപരിശോധനയ്ക്ക് അപേക്ഷിച്ച് നിങ്ങളുടെ ഗ്രേഡല്ല മാർക്ക് ചേഞ്ച് ആയിട്ടുണ്ടെങ്കിൽ ഇവിടെ ചേഞ്ച് എന്നും ഇല്ലെങ്കിൽ നോ ചേഞ്ച് എന്നും കാണിക്കും. ഇനി നിങ്ങൾ അല്പം താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്യുക. സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇതിൽ റീവാലുവേഷൻ്റെ റിസൾട്ടും കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ ഏകദേശം 539 പേജിലുള്ളതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. അതായത് ഫൈൻഡ് ഇൻ പേജ് ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ടോ
അതല്ലെങ്കിൽ PDF ഡൗൺലോഡ് ചെയ്തെടുക്കുന്നതാണെങ്കിൽ അതിലെ സെർച്ച് ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്കിത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും റീവാലുവേഷൻ റിസൾട്ട് എന്ന് പറഞ്ഞുകൊണ്ട് താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ചേഞ്ച് എന്ന് പറഞ്ഞുകൊണ്ട് ചില വിദ്യാർത്ഥികൾക്ക് ഇതേപോലെ ചേഞ്ച് എന്നും അതുപോലെ ചില വിദ്യാർത്ഥികൾ നോ ചേഞ്ച് ഒക്കെ കാണാൻ പറ്റും. നോ ചേഞ്ച് ഉള്ള വിദ്യാർത്ഥികളുടെ ഡീറ്റെയിൽസ് ഇതിലേ ഉണ്ടാകത്തുള്ളൂ, മറ്റേ ബാക്കിയുള്ള 2 ലിസ്റ്റിൽ ഉണ്ടാവില്ല. ചേഞ്ച് ഉള്ള വിദ്യാർത്ഥികളുടെ ലിസ്റ്റ് അതായത് ആ ഒരു ഡീറ്റെയിൽസ് ബാക്കിയുള്ളതിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് ഈ ഒരു ലിസ്റ്റിൽ ആർക്കൊക്കെയാണോ ചേഞ്ച് ഉള്ളത് ആ ഒരു ചേഞ്ച് ഉള്ള വിദ്യാർത്ഥികളുടെ ഡീറ്റെയിൽസ് മാത്രമായിരിക്കും മറ്റുള്ള 2 ലിസ്റ്റുകളിൽ ഉണ്ടാവുള്ളൂ. നോ ചേഞ്ച് ആയിട്ടുള്ള വിദ്യാർത്ഥികളുടെ ഡീറ്റെയിൽസ് ഒരിക്കലും ബാക്കിയുള്ള 10% മാർക്ക് കൂടിയതോ അല്ലെങ്കിൽ മാർക്ക് ചേഞ്ച് ആയിട്ടുള്ളതോ ആയിട്ടുള്ള വിദ്യാർത്ഥികളുടെ ലിസ്റ്റിൽ ഉണ്ടാവത്തില്ല. അപ്പോൾ ഈ ഒരു ലിസ്റ്റിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ ഉണ്ടോ എന്ന് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കാം, അത് രജിസ്റ്റർ നമ്പർ ഉണ്ടോ എന്ന് സെർച്ച് ചെയ്ത് നോക്കാം. ഇനി അതിനുശേഷം വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് ഇതിനുശേഷം വിദ്യാർത്ഥികൾ നിങ്ങളുടെ ആ ഒരു മാർക്ക് നോക്കുന്ന സമയത്ത് മാർക്ക് കൂടിയിട്ടുണ്ടെങ്കിൽ മാർക്ക് കൂടിയിട്ടുള്ള വിദ്യാർത്ഥികൾ ഇവിടെ സെക്കൻഡ് ഇയർ റീവാലുവേഷൻ റിസൾട്ട് 2026 ചേഞ്ച് മാർക്ക് റിസൾട്ട് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അപ്പോൾ ആ ഒരു ലിങ്കിൻ്റെ അവിടെ വ്യൂ എന്നുള്ള ലിങ്ക് കാണാം, അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ ഒരു PDF നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് വ്യൂ ചെയ്യുകയോ ചെയ്യാവുന്നതാണ്. ജസ്റ്റ് ഡൗൺലോഡ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഫോണിൽ നിന്ന് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിൽ നോക്കാവുന്നതാണ്. അതുകൊണ്ട് ഡൗൺലോഡ് ചെയ്തെടുത്ത് PDFകളിൽ നിന്നും സെർച്ച് ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നോക്കാവുന്നതാണ്. ഇനിയിപ്പോൾ ബ്രൗസറിലാണ് അത് ഓപ്പൺ ആയിട്ട് വരുന്നതെങ്കിൽ നിങ്ങൾക്കത് ഫൈൻഡ് ഇൻ പേജ് ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ടും നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ലിസ്റ്റിൽ നിങ്ങളുടെ പേര് ഉണ്ടോ എന്ന് നോക്കുക. കാരണം ഇതിൽ നിങ്ങളുടെ പേര് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ സ്കൂൾ കൊടുത്തിട്ടുണ്ട്, രജിസ്റ്റർ നമ്പർ കൊടുത്തിട്ടുണ്ട്, സബ്ജക്റ്റ് ഏത് വിഷയത്തിനാണ് നിങ്ങൾക്ക് മാർക്ക് കൂടിയതെന്ന് കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ മാക്സിമം മാർക്ക് എത്രയാണ്, അതുപോലെ തന്നെ മാർക്ക് ബിഫോർ റീവാലുവേഷന് മുമ്പുള്ള മാർക്ക് എത്രയാണ്, റീവാലുവേഷന് ശേഷമുള്ള മാർക്ക് എത്രയാണ്, സബ്ജക്റ്റിൻ്റെ ടോട്ടൽ മാർക്ക് എത്രയാണ്, ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നോക്കുക, നിങ്ങൾക്ക് എത്ര മാർക്കാണ് കൂടിയത് എന്ന് നോക്കാം. ചില വിദ്യാർത്ഥികൾക്ക് 1-2 മാർക്കൊക്കെ ആയിരിക്കും കൂടിയിട്ടുണ്ടാവും, ചില വിദ്യാർത്ഥികൾക്ക് ഒരു 4-5 മാർക്ക് കൂടിയിട്ടുണ്ടാവും, ചില വിദ്യാർത്ഥികൾക്ക് ഒരു 10 മാർക്കൊക്കെ കൂടിയിട്ടുണ്ടാവും. അങ്ങനെ ഓരോ വിദ്യാർത്ഥികൾക്കും പല തരത്തിലായിരിക്കും. അപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു വിദ്യാർത്ഥിക്ക് 55 മാർക്ക് എന്നുള്ളത് റീവാലുവേഷന് ശേഷം 65 മാർക്കിലേക്ക് കൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു വിദ്യാർത്ഥിക്ക് 73 എന്നുള്ളത് 74, ഒരു മാർക്ക് മാത്രം കൂടിയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ഓരോ വിദ്യാർത്ഥിക്കും പലതരത്തിലായിരിക്കും മാർക്ക് കൂടിയിട്ടുണ്ടാവുക. അതുപോലെ ഒരു വിദ്യാർത്ഥിക്ക് 4 മാർക്കായിരുന്നു റീവാലുവേഷന് മുമ്പുള്ളത്, റീവാലുവേഷന് ശേഷം 7 മാർക്കായിട്ട് കൂടിയുള്ളൂ. അപ്പോൾ ഈ രീതിയിൽ പല വിദ്യാർത്ഥികൾക്കും പലതരത്തിലായിരിക്കും മാർക്ക് ഉണ്ടായിരിക്കുക. അപ്പോൾ നിങ്ങളുടെ മാർക്ക് ഡീറ്റെയിൽസ് ഇതിൽ നോക്കുക. അപ്പോൾ ഈ ഒരു മാർക്ക് ഡീറ്റെയിൽസ് നോക്കിയ ശേഷം നിങ്ങൾക്ക് 10% മാർക്ക് കൂടിയിട്ടുണ്ടെങ്കിൽ, അതായത് റീവാലുവേഷന് മുമ്പുള്ള മാർക്കിനേക്കാൾ റീവാലുവേഷന് ശേഷം വിദ്യാർത്ഥികൾക്ക്, അതായത് റീവാലുവേഷൻ മുമ്പുള്ളതിനേക്കാൾ റീവാലുവേഷന് ശേഷം നിങ്ങൾക്ക് ഒരു 10 മാർക്ക് അല്ലെങ്കിൽ അതായത് 6 മാർക്കോ 8 മാർക്കോ ഒക്കെ കൂടിയിട്ടുണ്ടോ നോക്കാം. ഇപ്പോൾ 80 മാർക്ക് വിഷയമാണെങ്കിൽ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെ ഈ ഒരു വിദ്യാർത്ഥിക്ക് 55 എന്നുള്ള 65 ആയിട്ടുണ്ട്, അതായത് 10 മാർക്ക് അവിടെ കൂടിയിട്ടുണ്ട്. ആ ഒരു വിദ്യാർത്ഥിക്ക് അവിടെ റീഫണ്ട് കിട്ടും. അതായത് ഇപ്പോൾ റീവാലുവേഷന് മുമ്പുള്ളതിനേക്കാൾ 80 മാർക്ക് വിഷയത്തിൽ 8 മാർക്കോ അതിന് മുകളിലോട്ടോ കൂടിയിട്ടുണ്ടെങ്കിൽ റീഫണ്ട് കിട്ടും. 60 മാർക്ക് വിഷയമാണെങ്കിൽ റീവാലുവേഷന് മുമ്പുള്ളതിനേക്കാൾ 6 മാർക്കോ അതിന് മുകളിലോട്ടോ കിട്ടിയിട്ടുണ്ടെങ്കിൽ റീഫണ്ട് കിട്ടും. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് 6 മാർക്ക് 80 മാർക്ക് വിഷയമാണെങ്കിൽ 8 മാർക്കിൽ കൂടുതലോ, അതുപോലെ 60 മാർക്ക് വിഷയമാണെങ്കിൽ 6 മാർക്കിൽ കൂടുതലോ മാർക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കുക. അങ്ങനെ കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് റീഫണ്ട് കിട്ടുമോ എന്ന് അറിയുന്നതിനായിട്ട്, അതായത് 10% മാർക്ക് കൂടിയ എല്ലാവർക്കും റീഫണ്ട് കിട്ടും. അപ്പോൾ നിങ്ങളുടെ പേര് ഈ ഒരു ലിസ്റ്റിലുണ്ടോ നോക്കുക. സെക്കൻഡ് ഇയർ റീവാലുവേഷൻ റിസൾട്ട് 2026 10% ഡിഫറൻസ് ഇൻക്രീസ്ഡ് മാർക്ക് ലിസ്റ്റ്, അതിൽ വ്യൂവിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ആ ഒരു PDF നിങ്ങൾ ഓപ്പൺ ചെയ്യുക അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്തെടുക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു PDF ഡൗൺലോഡ് ചെയ്തെടുക്കുകയോ അതല്ലെങ്കിൽ ജസ്റ്റ് വ്യൂ ചെയ്യുകയോ ചെയ്യാം. ഞാനിപ്പോൾ വ്യൂ മാത്രമേ ചെയ്യുന്നുള്ളൂ, ഡൗൺലോഡ് ചെയ്തെടുക്കുന്നില്ല. നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് നോക്കാം. അപ്പോൾ ഇതിൽ മുകളിലായിട്ട് തന്നെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് ആർക്കൊക്കെയാണ് 10% കൂടിയിട്ടുള്ളത്. ആ ഒരു വിദ്യാർത്ഥികൾക്ക് പൈസ റീഫണ്ട് സ്കൂളിൽ നിന്ന് പ്രിൻസിപ്പാൾ തരുമെന്ന് ഇംഗ്ലീഷിൽ കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ റീഫണ്ട് സ്കൂളിൽ പോയിട്ട് പ്രിൻസിപ്പാളിനോട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗ്രേഡ് കൂടിയിട്ടുണ്ട്, അപ്പോൾ നിങ്ങളുടെ ലിസ്റ്റൊക്കെ സ്കൂളിൽ ഉണ്ടാകും ആർക്കൊക്കെയാണ് റീഫണ്ട് ഉള്ളത് എന്നത്. അപ്പോൾ ആ ലിസ്റ്റ് നോക്കിയിട്ട് നിങ്ങളോട് സിഗ്നേച്ചർ ഇടാൻ പറയും, അതായത് നിങ്ങൾ റീഫണ്ട് കൈപ്പറ്റുന്നതുമായി ബന്ധപ്പെട്ട്. അപ്പോൾ എന്നിട്ട് നിങ്ങൾക്ക് പൈസ നിങ്ങൾക്ക് തരികയാണ് ചെയ്യുക. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പൈസ ഏത് വിഷയത്തിലാണോ ഈ ഒരു മാർക്ക് 10% കൂടിയത് ആ ഒരു വിഷയത്തിൻ്റെ പൈസ നിങ്ങൾക്ക് തിരിച്ചു തരും. അപ്പോൾ ഈ ഒരു ലിസ്റ്റിൽ നിങ്ങളുടെ പേരുണ്ടോ നോക്കുക, പേരോ ആപ്ലിക്കേഷൻ നമ്പറോ എന്തെങ്കിലും ഉണ്ടോ നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ കാണാൻ പറ്റും, നിങ്ങളുടെ പേര് കാണാം, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏത് വിഷയത്തിലാണോ പൈസ കിട്ടാൻ റീഫണ്ടിന് അർഹതയുള്ളതെന്ന് കാണാൻ പറ്റും. അപ്പോൾ ചില വിദ്യാർത്ഥികൾക്ക് ഏകദേശം 1-2 വിഷയത്തിനൊക്കെ 10% അതിന് മുകളിലോട്ടൊക്കെ കൂടിയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ 10% അതിന് മുകളിലോട്ടോ നിങ്ങൾക്ക് എത്ര വിഷയങ്ങൾക്ക് മാർക്ക് റീവാലുവേഷന് ശേഷം കൂടിയിട്ടുണ്ട് ആ ഒരു വിഷയങ്ങളുടെയൊക്കെ പൈസ റീഫണ്ട് ആയിട്ട് കിട്ടും. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേര് ഇതിലുണ്ടോ എന്ന് നോക്കാം. നോക്കിയിട്ട് നിങ്ങൾക്ക് റീഫണ്ടിനായിട്ട് അർഹതയുണ്ടോ എന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ റീഫണ്ടിന് അർഹത ഉള്ള വിദ്യാർത്ഥികൾ സ്കൂളിൽ പോയിട്ട് ആ ഒരു റീഫണ്ട് തുക വാങ്ങിക്കാം. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ 1ാമത്തെ സർക്കുലർ കൃത്യമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്.
ഈ ഒരു നിങ്ങളുടെ മാർക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടും അതുപോലെ ഗ്രേസ് മാർക്കുള്ള വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട എല്ലാവിധ ഡീറ്റെയിൽസും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ കൃത്യമായിട്ട് വായിച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.